ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം എത്തി കേട്ടോ. അങ്ങനെ കല്യാണത്തിന് ഞാൻ ദാ സാരിയും ശരണ്യ ഹാഫ് സാരിയും ദാ അമ്മയും സാരിയും കൂടി നല്ല കിടലിനായിട്ടാണ് എത്തിയത്. വന്നപ്പോൾ തന്നെ ദാ നമ്മൾ ചേച്ചിയെ കണ്ടു കേട്ടോ. ചേച്ചിയാണെങ്കിൽ ബ്രൈഡൽ ലുക്ക് ഒന്നും പറയാനില്ല, അത്രയ്ക്ക് രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. മറ്റേ മണ്ഡപത്തിൽ വന്നപ്പോൾ ദാ ശ്രുതി ചേച്ചി, അഞ്ചൊക്കെ മാമി, നിഷാന ചേച്ചി ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് ഭംഗിയായിട്ടാണ് നിന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ താഴെ പോയത് ആ ചെറുക്കനെ സ്വീകരിക്കാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് ദാ അവിടെ നമ്മൾ നേരെ വീണ്ടും മണ്ഡപത്തിൽ വന്നേ. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ താലപ്പൊലിയൊക്കെ ആയിട്ട് നമ്മുടെ ചേച്ചിയെ സ്വീകരിക്കണ്ടേ. അങ്ങനെ നമ്മളെല്ലാവരോടും നേരെ പോയത് ആ ചേച്ചിയെ താലപ്പൊലിയൊക്കെ ആയിട്ട് സ്വീകരിക്കാനാണ്. മോഹിനിയാട്ടവും കഥകളിയും ഒക്കെ ഉണ്ടായിരുന്നു. ചേച്ചിയാണെങ്കിൽ പക്ക ഒരു റോയൽ എൻട്രി ആയിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സാരി എടുത്ത് താലപ്പൊലി പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നടക്കുന്ന ചേച്ചിയിട്ട് തട്ട് വരുന്നുണ്ട് പരിപാടി. അങ്ങനെ നമ്മുടെ ചേച്ചി മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈശ്വര പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ സമയം എത്തി കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് കല്യാണം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ചേച്ചിക്കും ചേട്ടനും ഒരു അടിപൊളി ലൈഫ് നമ്മൾ വിഷ് ചെയ്യാം കേട്ടോ. എന്നാലും പെട്ടെന്നെല്ലാം കഴിഞ്ഞ പോലെ അങ്ങ് തോന്നുക. എന്നിട്ട് നമ്മളിതാ വെളിയിലൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും ഓട്ടോർത്തി വന്നു കേട്ടോ. കാരണം വെളി ഭയങ്കര ചൂടായിരുന്നു. എന്നിട്ട് നമ്മളെല്ലാം ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാട്ടോ. അങ്ങനെ വന്ന് നമ്മളെല്ലാം സീറ്റ് പിടിച്ച്. കല്യാണത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ ഒരു സദ്യ കഴിക്കുന്നതിലാണല്ലോ. എൻ്റെ മൊത്തം ഇൻട്രസ്റ്റ് ഇവിടെ ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഒന്നിച്ചാട്ടോ സദ്യയൊക്കെ കഴിക്കാനായിട്ടിരുന്നത്. അങ്ങനെ സദ്യയൊക്കെ വിളമ്പിയപ്പോഴത്തേക്കും നമ്മളിത് ആസ്വദിച്ച് കഴിച്ചു തുടങ്ങി കേട്ടോ. എല്ലാ കറിയും അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പായസം എത്തിയേ. അങ്ങനെ പായസമൊക്കെ കൂട്ടി സദ്യയൊക്കെ നമ്മൾ ഫിനിഷ് ആക്കി കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും ചേച്ചിക്ക് ഇറങ്ങേണ്ട ടൈമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കരച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. മാമിയും ദേവും ഒക്കെ കരയുമായിരുന്നു. അങ്ങനെ ചേച്ചിയെ നമ്മളെല്ലാവരും യാത്ര ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളും ഇനി വീട്ടിൽ പോവാം. അപ്പോൾ ബാക്കി വിശേഷമായിട്ട് ഉടനെ വരാവേ. ബൈ ഫ്രണ്ട്സ്.